ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ നിങ്ങളുടെ 3ാം ക്ലാസ്സിലെ മാത്സ് പുസ്തകത്തിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ നെയിം എന്താണ്? ലെറ്റ്സ് ഡ്രോ. ഈ ചാപ്റ്ററിൽ എന്താണ്? ഫുള്ള് നിങ്ങൾക്ക് ഷേപ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ഏതൊക്കെ ഷേപ്സ് അറിയാം? അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ എന്താണ്? ഈ 4 ഷേപ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഷേപ്പ് എന്താണ്? സർക്കിൾ, റൗണ്ട് ഷേപ്പ്. ദെൻ സ്ക്വയർ, 4 സൈഡും ഈക്വൽ ആയിട്ടുള്ളതിനെയാണ് എന്ത്? സ്ക്വയർ എന്ന് പറയുന്നത്. ദെൻ റെക്റ്റാങ്കിൾ, റെക്റ്റാങ്കിളിന് എന്താണ്? 4 സൈഡാണുള്ളത്, ബട്ട് ഈക്വൽ അല്ല, 4 സൈഡ് ഈക്വൽ അല്ല, 2 സൈഡ്സ് ഈക്വൽ ആണ്. ദെൻ ട്രയാങ്കിൾ, 3 സൈഡ്സ് ഉള്ള ഷേപ്പിനെയാണ് എന്ത്? ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ഈ ട്രയാങ്കിളും സർക്കിളും റെക്റ്റാങ്കിളും സ്ക്വയറും ഉപയോഗിച്ചിട്ടാണ് ഈ പിക്ചർ ഫുള്ള് വരച്ചിരിക്കുന്നത് അല്ലേ? നമുക്ക് ഈ ഷേപ്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നെക്സ്റ്റ് പേജിൽ ഫസ്റ്റ് എന്താണ് ഹെഡിങ്? വെൽക്കം ഫെസ്റ്റ്, പ്രവേശനോത്സവം. സ്കൂളത്തെ ഫസ്റ്റത്തെ ദിവസം. അനു ആൻഡ് സുബി ആർ ഇൻ ക്ലാസ് 3. അനു സുബി എന്താണ്? ക്ലാസ് 3യിലാണ്. നിങ്ങളെപ്പോലെ തന്നെ ക്ലാസ് 3യിലാണ് പഠിക്കുന്നത്. ദർ സ്കൂൾ ഈസ് ഡെക്കറേറ്റഡ് ഫോർ ദി വെൽക്കം ഫെസ്റ്റ്. അവരുടെ സ്കൂൾ എന്താണ്? വെൽക്കം ഫെസ്റ്റിന് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡെക്കറേഷൻ എന്താണ്? താഴെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? കളർ ദി ഫെസ്റ്റൂൺസ് ആൻഡ് മേക്ക് ദി പിക്ചർ പ്രിറ്റിയർ. ഈ ഫെസ്റ്റൂൺസ്, ഈ ഡെക്കറേഷൻ വർക്ക് ഈ തൂക്കിയിട്ടിരിക്കുന്നില്ലേ, അത് കളർ ചെയ്തിട്ട് അതെന്താണ്? കൂടുതൽ സുന്ദരമാക്കാൻ. ദെൻ താഴെ എന്താണുള്ളത്? കൗണ്ട് ദി നമ്പർ ഓഫ് ഈച്ച് ഷേപ്പ് ഇൻ ദി ഫെസ്റ്റൂൺസ്. ഈ ഫെസ്റ്റൂൺ, ഈ തൂക്കിയിട്ടിരിക്കുന്ന ഫെസ്റ്റൂൺസിന് എന്താണ്? അതിലുള്ള ഷേപ്സ് എന്താണ്? കൗണ്ട് ചെയ്യാനാണ് പറഞ്ഞത്. ഫസ്റ്റ് ഷേപ്പ് എന്താണ്? ബ്ലൂ കളറിൽ റെക്റ്റാങ്കിൾ ഉണ്ട് അല്ലേ? ആ റെക്റ്റാങ്കിൾസ് ഈ തൂക്കിയിട്ടിരിക്കുന്നതിൽ കൗണ്ട് ചെയ്തിട്ട് നമ്പർ പറഞ്ഞ ബോക്സിൽ എഴുതുക, എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. ദെൻ ഗ്രീൻ കളറിൽ ട്രയാങ്കിൾ ഉണ്ട് അല്ലേ? ആ ട്രയാങ്കിൾസ് എല്ലാം ഗ്രീൻ കളറാക്കിയിട്ട് കൊടുക്കുക. കളർ ചെയ്തിട്ട് എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കിയിട്ട് താഴെയുള്ള ബോക്സിൽ നമ്പർ എന്നുള്ളടത്ത് എഴുതുക. ദെൻ സർക്കിൾ എന്താ? റെഡ് കളറിൽ. അപ്പോൾ റെഡ് കളറിൽ ബാക്കിയുള്ള സർക്കിൾസ് എന്താണ്? റെഡ് കളർ കൊടുത്തിട്ട് കൗണ്ട് ചെയ്തിട്ട് ഈ ബോക്സിൽ എത്ര ഉണ്ടെന്ന് എഴുതുക. റെക്റ്റാങ്കിളിൽ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 റെക്റ്റാങ്കിൾസ് ഉണ്ട്. 11 എഴുതാം. ട്രയാങ്കിൾസ് കൗണ്ട് ചെയ്യാം. 1 ഒന്നിവിടെ ഉണ്ട്, 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 28 29 30 31 32 33. റെക്റ്റാങ്കിൾസ് കൗണ്ട് ചെയ്തപ്പോൾ 11 കിട്ടി, ട്രയാങ്കിൾസ് കൗണ്ട് ചെയ്തപ്പോൾ 33 കിട്ടി, സർക്കിൾസ് കൗണ്ട് ചെയ്തപ്പോൾ 21 കിട്ടി. നെക്സ്റ്റ് എന്താണ്? ഗ്രീറ്റിംഗ് കാർഡ്. വിധു ഈസ് എ ന്യൂ സ്റ്റുഡൻറ് ദിസ് ഇയർ. വിധു എന്താണ്? പുതിയ സ്റ്റുഡൻ്റ് ആണല്ലോ, ന്യൂ സ്റ്റുഡൻ്റ് ആണ് ഈ വർഷത്തെ. ദി others want to make him a greeting card. ബാക്കിയുള്ളവർക്ക് എന്താണ്? അവനൊരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കണം. സുബി ആൻഡ് others are drawing pictures and sticking dots to make it pretty. സുബിയും ബാക്കിയുള്ളവരെന്താണ്? പിക്ചർ വരക്കുന്നുണ്ട്. പിക്ചർ വരച്ചിട്ട് അതിന് ഡോട്ട് ഇട്ടിട്ട് അത് കൂടുതൽ സുന്ദരാക്കാൻ വേണ്ടി ഡോട്ട്സ് ഉണ്ട്. ഈ സൈഡിൽ ആ ഗ്രീറ്റിംഗ് കാർഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ? വെൽക്കം ടു വിധു, വിധുവിന് വേണ്ടിയിട്ടുള്ള ഗ്രീറ്റിംഗ് കാർഡാണ്. അപ്പോൾ വിധുവിനെ വെൽക്കം ചെയ്തുകൊണ്ട് പിക്ചർ വരക്കുക ഡോട്ട്സ് ഇട്ടിട്ട്. ക്യാൻ യു ഹെൽപ്പ്? നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ? ദർ ഈസ് 1 ഡോട്ട് ഇൻ ദി പിക്ചർ. പിക്ചറിൽ എന്താണ്? ഒരു ഡോട്ട് ഉണ്ട് അല്ലേ? ഹൗ മെനി മോർ ഓഫ് ദി സെയിം സൈസ് ക്യാൻ യു ഫിക്സ് അറൗണ്ട് ഇറ്റ്? ഇതുപോലത്തെ എത്ര ഡോട്ട്സ് നിങ്ങൾക്ക് ഇതിൻ്റെ ചുറ്റും വരക്കാം? വാട്ട് ഐ ഗസ്ഡ്, നിങ്ങൾ ഗസ് ചെയ്തത് എന്താന്ന് ആ നമ്പർ അവിടെ എഴുതാം, ഈ കോളത്തിൽ എഴുതാം. ദെൻ ഹൗ മെനി ഡോട്ട്സ് കുഡ് ഐ ആക്ച്വലി ഫിക്സ്, എനിക്ക് ആക്ച്വലി എത്ര ഫിക്സ് ചെയ്യാൻ കഴിയും, എത്ര ഡോട്ട്സ് ഇടാന്നുള്ളത് നെക്സ്റ്റ് ബോക്സിൽ എഴുതാം. എത്ര ഇതാ ഡോട്ട്സ് ഇതിൻ്റെ എൻഡിലൊക്കെ ഇവിടെ ഒന്നിടാം, ഇവിടെ ഒന്നിടാം, നെക്സ്റ്റ് എൻഡ് അങ്ങനെ എൻഡിലൊക്കെ എത്ര നമ്മൾ ഇട്ടിപ്പോൾ 1 2 3 4 5. നിങ്ങൾ എത്ര ഗസ് ചെയ്തത് എന്നുള്ളത്, നിങ്ങൾ എത്രയാണ് ആദ്യം ഗസ് ചെയ്തത് അത് ഈ കോളത്തിൽ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ക്യാൻ യു ഡ്രോ, നിങ്ങൾക്ക് വരക്കാൻ കഴിയുമോ? സി ദി പിക്ചർ മെയ്ഡ് വിത്ത് സർക്കിൾസ്, ക്യാൻ യു കളർ ഇറ്റ്? എന്താണ്? താഴെ ഒരു ടെഡി ബിയർ ഉണ്ടല്ലേ? സർക്കിൾസ് യൂസ് ചെയ്തിട്ടാണ് വരച്ചത്. ഫുൾ സർക്കിൾസ് ആണ് ആ ടെഡി ബിയർ വരക്കാൻ യൂസ് ചെയ്തത്. അത് നിങ്ങൾ കളർ ചെയ്യുക. ദെൻ നെക്സ്റ്റ് അതിൻ്റെ സൈഡിൽ എന്താ ക്വസ്റ്റ്യൻ? ഡ്രോ അനദർ പിക്ചർ യൂസിങ് സർക്കിൾ. വേറൊരു പിക്ചർ, സർക്കിൾസ് മാത്രം യൂസ് ചെയ്തിട്ട് വേറൊരു പിക്ചർ ഈ ബോക്സിൽ വരക്കുക. ഹൗ ഡിഡ് യു ഡ്രോ ദി സർക്കിൾസ്, നിങ്ങൾ എങ്ങനെയാണ് സർക്കിൾ വരച്ചത്? എനി other വേ ടു ഡ്രോ സർക്കിൾസ്, വേറെ ഏതെങ്കിലും വഴിയുണ്ടോ സർക്കിൾസ് വരക്കാൻ? ഉണ്ടല്ലേ? കോയിൻസിലെ പൈസ വെച്ചിട്ട് എന്താണ്? കോയിൻ വെച്ചിട്ട് സർക്കിൾസ് വരയ്ക്കാം. പിന്നെ ബാംഗിൾസ്, വള വെച്ചിട്ട് എന്താണ്? സർക്കിൾ വരക്കാം. അങ്ങനെ എങ്ങനെയാണ് നിങ്ങൾ സർക്കിൾ വരക്കുന്നത് വെച്ചാൽ അത് വെച്ചിട്ടല്ലേ ഹാൻഡ് കൊണ്ട് വരക്കാം. അങ്ങനെ സർക്കിൾസ് വരച്ചിട്ട് ഒരു പിക്ചർ, സർക്കിൾ മാത്രം യൂസ് ചെയ്തിട്ട് പിക്ചർ വരക്കാം.
ഞാനിവിടെ ഒരു സിമ്പിളായിട്ട് എന്താണ് സർക്കിൾസ് മാത്രം യൂസ് ചെയ്തിട്ട് ഒരു ഫ്ലവർ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സർക്കിൾസ് ഉപയോഗിച്ചിട്ട് എന്താണ് ഒരു പിഗ്ഗിനെ വേണേൽ വരക്കല്ലേ. ഹെഡ് ബോഡിയൊക്കെ സർക്കിൾ വെച്ചിട്ട് കോയിൻസോ ബാംഗിൾസോ ഒക്കെ വെച്ചിട്ട് വരക്കാം, അല്ലെങ്കിൽ കൈകൊണ്ട് വരക്കാം. നെക്സ്റ്റ് ഷേപ്സ് ഇൻ എ ബോട്ട്. വിധു ലൈക്ക്ഡ് ദി കാർഡ്. ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ, അത് വിധുവിന് ഇഷ്ടപ്പെട്ടു. ഹി ഗേവ് ദം എ പേപ്പർ ബോട്ട് ഹി മെയ്ഡ്. അപ്പോൾ വിധു എന്താണ് അവർക്ക് എന്താണ് ഒരു പേപ്പർ ബോട്ട് ഉണ്ടാക്കി കൊടുത്തു. ഈ പേപ്പർ ബോട്ട് പിക്ചറിൽ കണ്ടിട്ടില്ലേ. അൺഫോൾഡ് ദി ബോട്ട് എന്താണ് മടക്കി വെച്ച പേപ്പർ, അത് അൺഫോൾഡ് ചെയ്യുക, നീർത്തി വെക്കുക. വാട്ട് ഷേപ്സ് ഡു യു സീ. നീർത്തി വെക്കുമ്പോൾ അൺഫോൾഡ് ചെയ്തപ്പോൾ നിങ്ങൾ ഏതൊക്കെ ഷേപ്സ് ആണ് കണ്ടത്. റൈറ്റ് ദി നമ്പർ ഓഫ് ഈച്ച് ഇൻ ദിസ് ടേബിൾ. അതിന് എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്തിട്ട് നമ്പർ ഈ ടേബിളിൽ എഴുതാം. എന്താണ് റെക്റ്റാങ്കിളും ട്രയാങ്കിളും ഉണ്ട്. ഓക്കെ, നമ്മൾ ബോട്ട് ഉണ്ടാക്കി, പേപ്പർ ബോട്ട് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയില്ലേ. ആ ബോട്ട് അൺഫോൾഡ് ചെയ്ത് നീർത്തി വെച്ച്. അപ്പോൾ എത്ര ഷേപ്സ് നമുക്ക് കിട്ടി? 1 2 റെക്റ്റാങ്കിൾസ് കിട്ടി. അപ്പോൾ ഇവിടെ 2 എന്ന് എഴുതാം. ദെൻ എത്ര ട്രയാങ്കിൾസ്? 1 2 3 4 5 6 ട്രയാങ്കിൾസ്. 6 ഈ കോളത്തിൽ എഴുതാം. ദെൻ അനു അൺഫോൾഡഡ് ദി ബോട്ട് ആൻഡ് കട്ട് അലോങ് ദി ഫോൾഡ്സ്. അനു എന്ത് ചെയ്ത് ബോട്ട് അൺഫോൾഡ് ചെയ്ത് നീർത്തി വെച്ചിട്ട് ഇതിൽ ഈ സൈഡിലൂടെ കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തപ്പോൾ സീ ഹൗ ഷീ പേസ്റ്റഡ് ദി ഷേപ്സ് ഇൻ ഹെർ നോട്ട്ബുക്ക്. കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് വെച്ച് അവളുടെ നോട്ട്ബുക്കിൽ. ആ നോട്ട്ബുക്കിൽ ഒട്ടിച്ച് വെച്ച പിക്ചേഴ്സാണ് ഇവിടെ താഴെ തന്നത്. ലൈക്ക് ദിസ് പേസ്റ്റ് ദീസ് ഇൻ ഡിഫറെൻറ്റ് വേസ് ആൻഡ് മേക്ക് മോർ പിക്ചേഴ്സ്. ഇതുപോലെ നിങ്ങളും പേസ്റ്റ് ചെയ്തിട്ട് മോർ പിക്ചേഴ്സ് ഉണ്ടാക്കുക അല്ലേ. എന്താണ് റെക്റ്റാങ്കിൾസ് എത്ര എണ്ണമാണ്? 2 എണ്ണം. ഈ 2 റെക്റ്റാങ്കിൾസ് 2 റെക്റ്റാങ്കിൾസ് ഇതാ 2 ലെഗായിട്ട് വെച്ചു. ദെൻ 6 ട്രയാങ്കിൾസ് 1 2 3 4 5 6 ട്രയാങ്കിൾസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ ഇതാ 4 ട്രയാങ്കിൾസ് 1 2 3 4 ഇവിടെയും 5 6 ട്രയാങ്കിൾസ് ഇവിടെ വെച്ചു. ഇവിടെ എന്താ 1 2 3 4 5 6 ട്രയാങ്കിൾസ് ഇങ്ങനെ വെച്ചു. 2 റെക്റ്റാങ്കിൾസ് സെൻറ്ററിൽ വെച്ചു. ഇവിടെ 2 റെക്റ്റാങ്കിൾസ് 2 സൈഡിൽ വെച്ചു. ദെൻ 1 2 3 4 5 6 ട്രയാങ്കിൾസും വെച്ചു. ഇങ്ങനെ 6 ട്രയാങ്കിൾസും ഈ കട്ട് ചെയ്ത് വെച്ച 2 റെക്റ്റാങ്കിൾസും ഈ കട്ട് പോർഷൻസ് എടുത്തിട്ട് നിങ്ങൾ പേസ്റ്റ് ചെയ്ത് ഇതുപോലുള്ള രൂപങ്ങൾ ഉണ്ടാക്കുക, പിക്ചേഴ്സ് ഉണ്ടാക്കുക. ലെറ്റ്സ് മേക്ക് ഷേപ്സ്. നമുക്ക് എന്താ ഷേപ്സ് ഉണ്ടാക്കുക. കട്ട് ഔട്ട് എ റെക്റ്റാങ്കിൾ. ഇതെന്താണ് ഒരു റെക്റ്റാങ്കിൾ ആണ്. ആ റെക്റ്റാങ്കിൾ സെൻറ്ററിലൂടെ ഡയഗണൽസിലൂടെ കട്ട് ചെയ്യുക. കട്ട് ഇൻ ടു 2 പീസസ് ആസ് ഇൻ ദി പിക്ചറിലുള്ള പോലെ 2 പീസാക്കുക. ജോയിൻ ദി പീസസ് ഇൻ ഡിഫറെൻറ്റ് വേസ്. വാട്ട് ഷേപ്സ് ക്യാൻ യു മേക്ക്? നൗ കട്ട് ഇറ്റ് ഇൻ ടു 4 ആൻഡ് ട്രൈ. ഇതെന്താണ് ഇങ്ങനെ കട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ഷേപ്പാണ് കിട്ടുക? ഇതെന്താണ് ഒരു റെക്റ്റാങ്കിൾ ആണ്. അതിനെ കട്ട് ചെയ്താൽ എന്താണ് നമുക്ക് 2 ട്രയാങ്കിൾ അല്ല, ഒരു ട്രയാങ്കിൾ ഇവിടെയും ഒരു ട്രയാങ്കിൾ ഇവിടെയും കിട്ടും. ദെൻ ഇതിനെ സെൻറ്ററിലൂടെ ഇവിടെ കളി. ദെൻ ഇങ്ങോട്ട് ഈ ഡയഗണൽസിലൂടെ ഇങ്ങോട്ട് ഈ എൻഡിലൂടെ കട്ട് ചെയ്താൽ എന്താണ് നമുക്ക് 4 ട്രയാങ്കിൾസ് കിട്ടും, 4 ട്രയാങ്കിൾസ് കിട്ടും. ഇങ്ങനെ വേറെ ഒന്നുകൂടി നൗ കട്ട് ഇറ്റ് ഇൻ ടു 4 ആയിട്ട് കട്ട് ചെയ്യാൻ ആൻഡ് ട്രൈ. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ട്രൈ ചെയ്യാനാണ് പറഞ്ഞത്. ട്രയാങ്കിളിനെ നമ്മൾ സെൻറ്ററിലൂടെ കട്ട് ചെയ്യുകയാണെങ്കിൽ 2 ട്രയാങ്കിൾ കിട്ടി അല്ലേ. ദെൻ അഗെയിൻ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര ട്രയാങ്കിൾ കിട്ടി? 4 ട്രയാങ്കിൾസ് കിട്ടി. നെക്സ്റ്റ് എന്താണ്? ലെറ്റ്സ് മേക്ക് ഷേപ്സ്. അനു ആൻഡ് ഫ്രണ്ട്സ് ആർ മേക്കിംഗ് റെക്റ്റാങ്കിൾസ് ആൻഡ് ട്രയാങ്കിൾസ് വിത്ത് ഈർക്കിളി ബിറ്റ്സ്. ഈർക്കിളി ബിറ്റ്സ് യൂസ് ചെയ്തിട്ട് അനു ഫ്രണ്ട്സും എന്താണ് റെക്റ്റാങ്കിളും ട്രയാങ്കിൾസും ഉണ്ടാക്കുന്നുണ്ടല്ലേ. പിക്ചറിൽ കാണാം റെക്റ്റാങ്കിളും ട്രയാങ്കിളും ഈർക്കിളി ബിറ്റ്സ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. യൂസ് 24 ഈർക്കിളി ബിറ്റ്സ് ഓഫ് ദി സെയിം ലെങ്ത് ടു മേക്ക് റെക്റ്റാങ്കിൾസ് ആൻഡ് ട്രയാങ്കിൾസ്. എന്നാണ് സെയിം ലെങ്ത്തിൽ സെയിം സൈസുള്ള 24 ഈർക്കിളി ബിറ്റ്സ്. ഈർക്കിളില്ല വീട്ടിലുള്ള ഈർക്കിളി ബിറ്റ്സ് എടുത്തിട്ട് ഇതുപോലെ റെക്റ്റാങ്കിളും ട്രയാങ്കിളും ഉണ്ടാക്കാൻ. റൈറ്റ് ദർ നമ്പേഴ്സ് ഇൻ ദി ടേബിൾ ബിലോ. താഴെ കൊടുത്തിട്ടുള്ള ടേബിളിൽ എന്താണ് അതിൻ്റെ നമ്പേഴ്സ് ചെയ്ത് എത്ര ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ കഴിയും, എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ടാക്കാൻ കഴിയും. 24 ഈർക്കിളി ബിറ്റ്സ് യൂസ് ചെയ്തിട്ട് എത്ര ഉണ്ടാക്കാൻ കഴിയും. അപ്പം നമുക്ക് എന്താണ് 24 ഈർക്കിളി ബിറ്റ്സ് ഉണ്ട് ട്രയാങ്കിൾസും റെക്റ്റാങ്കിൾസും ഉണ്ടാക്കാൻ. ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ് എത്രയാണ്? ട്രയാങ്കിളിന് എന്താണ് 3 സൈഡ് ഉണ്ടല്ലേ. ട്രയാങ്കിൾ 3 സൈഡ്സ് ഉണ്ട്. ഓക്കെ, 3 സൈഡ്സ് ആണ്. അപ്പോൾ 1 2 3 ഈർക്കിളി ബിറ്റ്സ് വെച്ചിട്ട് നമുക്ക് എന്താണ് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാം. ദെൻ 6 ഈർക്കിളി ബിറ്റ്സ് ഉണ്ടെങ്കിലോ ഒരു 3 കൂടി 3 + 3 1 2 3. ദെൻ 3 + 3 6 ഈർക്കിളി ബിറ്റ്സ് ഉണ്ടെങ്കിൽ 2 ട്രയാങ്കിൾ ഉണ്ടാക്കാം. ദെൻ 3 ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ 9 ഈർക്കിളി ബിറ്റ്സ് വേണം. ദെൻ 4 ട്രയാങ്കിൾസ് ഉണ്ടാക്കാനോ 12 ഈർക്കിളി ബിറ്റ്സ്. 5 ട്രയാങ്കിൾസ് 15 ഈർക്കിളി ബിറ്റ്സ് വേണം. 6 ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ 18 ഈർക്കിളി ബിറ്റ്സ് വേണം. 7 ട്രയാങ്കിൾസ് ഉണ്ടാക്കാനോ 21 ഈർക്കിളി ബിറ്റ്സ്. ദെൻ 8 ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ 24 ഈർക്കിളി ബിറ്റ്സ്. 24 ഈർക്കിളി ബിറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് 8 ട്രയാങ്കിൾസ് ഉണ്ടാക്കാം അല്ലേ.
24 ear bits 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 ear bits ആണ് നമ്മളോട് പറഞ്ഞത് നമുക്കുള്ളത്. ആ 24 ear bits കൊണ്ടിട്ട് എത്ര റെക്ടാങ്കിൾസും എത്ര ട്രയാങ്കിൾസും ഉണ്ടാക്കാൻ കഴിയുന്നു. ഫസ്റ്റ് ട്രയാങ്കിൾസിന് എന്താണ് 3 സൈഡ്സ് അല്ലേ ഉള്ളത്. 3 ear bitsനോട് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാം. ദെൻ അടുത്ത 3 ear bitsനോട് വേറൊരു ട്രയാങ്കിൾ. ദെൻ നെക്സ്റ്റ് 3 ear bits, നെക്സ്റ്റ് 3 നെക്സ്റ്റ് 3. അപ്പോൾ എത്ര ട്രയാങ്കിൾസ് ഉണ്ടാക്കാം? ഇതിനോട് എന്താണ് 3 ear bits ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാം 3 എണ്ണം വെച്ച്. ദെൻ നെക്സ്റ്റ് 3 എണ്ണം വെച്ച് 1 2 3 എണ്ണം വെച്ച് നെക്സ്റ്റ് ട്രയാങ്കിൾ ഉണ്ടാക്കാം. അപ്പോൾ 1 2 3 4 5 6 7 8 ട്രയാങ്കിൾസ് ഉണ്ടാക്കാം. അപ്പോൾ ഈ കോളത്തിൽ ഫസ്റ്റുള്ള കോളത്തിൽ 8 നെയ്തർ. ഓക്കെ, നെക്സ്റ്റ് എന്താ 24 ear bits യൂസ് ചെയ്തിട്ട് എത്ര റെക്ടാങ്കിൾസ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് നോക്കേണ്ടത്. ഒരു റെക്ടാങ്കിൾ ഉണ്ടാക്കാൻ എത്ര ear bits വേണം? റെക്ടാങ്കിൾസ് സൈഡ്സ് എത്രയാണ്? 4 അല്ലേ. 1 2 3 4 ear bits യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഒരു റെക്ടാങ്കിൾ ഉണ്ടാക്കാം. ദെൻ ഒരു 4 കൂടി 1 2 3 4. ദെൻ അപ്പോൾ 8 ear bits യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് 2 റെക്ടാങ്കിൾസ് ഉണ്ടാക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 ear bits ഉപയോഗിച്ചിട്ട് 4 ear bits ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് ഒരു റെക്ടാങ്കിൾ ഉണ്ടാക്കാം അല്ലേ. ദെൻ എഗെയിൻ 4 വെച്ചിട്ട് നമുക്ക് അടുത്ത റെക്ടാങ്കിൾ ഉണ്ടാക്കാം. ദെൻ എഗെയിൻ 4 ദെൻ എഗെയിൻ 4. അപ്പോൾ എത്ര റെക്ടാങ്കിൾ നമുക്ക് 24 ear bits ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി? 1 2 3 4 5 6 റെക്ടാങ്കിൾസ് 6 ഈ ടേബിളിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ആ ടേബിളിൽ എത്രയാണ് ട്രയാങ്കിൾസ്? 8 റെക്ടാങ്കിൾസ് 6 റൈറ്റ് ചെയ്യാം. 24 ear bits യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര ട്രയാങ്കിൾ ഉണ്ടാക്കാം? 8 ട്രയാങ്കിൾ ഉണ്ടാക്കാം, 6 റെക്ടാങ്കിൾസ് ഉണ്ടാക്കാം. ദെൻ ഡ്രോ എ ട്രയാങ്കിൾ ആൻഡ് എ റെക്ടാങ്കിൾ ഹിയർ. റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ ബോക്സിൽ ഒരു റെക്ടാങ്കിൾ ഡ്രോ ചെയ്യുക, ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ബോക്സിൽ ഒരു ട്രയാങ്കിൾ ഡ്രോ ചെയ്യുക. ഹൗ മെനി ear bits ഡിഡ് യു യൂസ് ടു മേക്ക് എ റെക്ടാങ്കിൾ? റെക്ടാങ്കിൾ ഉണ്ടാക്കാൻ എത്ര ear bits ആണ് നിങ്ങൾ യൂസ് ചെയ്തത്? അത് ആ ടേബിളിൽ എഴുതുക. ദെൻ ആൻഡ് ഹൗ മെനി ഫോർ എ ട്രയാങ്കിൾ വരയ്ക്കാൻ നിങ്ങൾ എത്ര ear bits യൂസ് ചെയ്തു? അത് ഈ ടേബിളിൽ എഴുതാം. റെക്ടാങ്കിൾ എത്ര ear bits ഉപയോഗിച്ച്? 1 2 3 4 ear bits അല്ലേ. അപ്പോൾ 4 എന്ന് ഇവിടെ എഴുതുക. ദെൻ ട്രയാങ്കിൾ എത്ര ear bits യൂസ് ചെയ്തു? 3 ear bits. 3 എന്ന് നെക്സ്റ്റ് ബോക്സിൽ എഴുതുക. 3 സൈഡ്സ് അല്ലേ ട്രയാങ്കിൾസിനുള്ളത്. റെക്ടാങ്കിളിന് എത്ര സൈഡാണ്? 4 സൈഡുള്ള റെക്ടാങ്കിൾ ഡ്രോ ചെയ്യാൻ എത്ര ear bits വേണം? 4 ear bits വേണം. 3 സൈഡുള്ള ട്രയാങ്കിൾ ഡ്രോ ചെയ്യാനോ 3 സൈഡ്സ് ഉള്ളത് കൊണ്ട് എന്താണ് 3 ear bits വേണം. നെക്സ്റ്റ് പിക്ചേഴ്സ് ഇൻ ടൈൽസ്. ദി ഗ്രാമപഞ്ചായത്ത് ഹാസ് മെയ്ഡ് എ സ്മാർട്ട് ക്ലാസ് റൂം ഫോർ ദി സ്കൂൾ. ഗ്രാമപഞ്ചായത്ത് എന്താണ് സ്കൂളിന് വേണ്ടി ഒരു സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ടാക്കുകയാണ്, മെയ്ഡ് ചെയ്യാണ്. ആൻഡ് ദി ഫ്ലോർ ഈസ് ടൈൽഡ്. ഈസ് നോട്ട് ഈസ് നൈസ് ആണോ? ദി ഫ്ലോർ എന്താണ് ടൈൽ ചെയ്തിട്ടുണ്ട് അല്ലേ. ആ ടൈൽസിന്റെ പിക്കാണ് സൈഡിൽ കൊടുത്തത്. നിങ്ങളെ വീട്ടിലൊക്കെ എന്താണ് ടൈൽസ് ഡിസൈൻ ചെയ്യില്ല, അതേപോലെ സ്കൂളിന്റെ റൂമിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത ടൈൽസിന്റെ പിക്ചറാണ് സൈഡിൽ കൊടുത്തത്. സി ദി ടൈൽ ഡിസൈൻസ് ദി ചിൽഡ്രൻ ഹാവ് ഡ്രോൺ. താഴെ എന്താണ് ടൈൽ ഡിസൈൻസ്? 3 കുട്ടികൾ വരച്ച ടൈൽ ഡിസൈൻസ് ഉണ്ട്. അനു വരച്ചത്, വിധു വരച്ചത്, സുബി വരച്ചത്. 3 ആളും ഡ്രോ ചെയ്ത ടൈൽ ഡിസൈൻസ് ആണുള്ളത് അല്ലേ. നല്ല ഭംഗിയുണ്ട് അല്ലേ. മേക്ക് എ ടൈൽ ഡിസൈൻ ബൈ ജോയിനിങ് ദി ഡോട്ട്സ് ബിലോ ആൻഡ് കളർ ഇറ്റ്സ്. താഴെ എന്താണ് കുറേ ഡോട്ട്സ് ഉണ്ട് അല്ലേ. അത് നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈൽ ഡിസൈൻ ചെയ്യുക, എന്നിട്ട് കളർ ചെയ്യുക. തിങ്ക് ഇൻ വാട്ട് ഡിഫറെൻറ്റ് വേസ് യു ക്യാൻ ജോയിൻ ദി ഡോട്ട്സ്. നിങ്ങൾക്ക് ഏതൊക്കെ വേസിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ വൈക്ക് ആ ഡോട്ട്സ് ജോയിൻ ചെയ്യുക. അങ്ങനെയൊക്കെ ജോയിൻ ചെയ്തിട്ട് എന്താണ് ഇവരുണ്ടാക്കില്ല, അനുവും വിധുവും സുബി ഉണ്ടാക്കിയ പോലത്തെ വേറൊരു ടൈൽ ഡിസൈൻ ചെയ്തിട്ട് വരക്കുക, എന്നിട്ട് അതേപോലെ കളർ ചെയ്യുക. ഈ വീഡിയോയുടെ ബാക്കി ഭാഗവുമായി സ്റ്റഡി ടിപ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.